ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മൈ ലൈഫ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വന്ത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുഷ്പ 2 ദ റൂൾ അതിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. സുകുമാർ ഡയറക്റ്റ് ചെയ്ത് അല്ലു അർജുൻ അഭിനയിച്ച പുഷ്പ ദ റൈസ് എന്ന ആദ്യത്തെ ഭാഗത്തിന് ലഭിച്ച ഗംഭീര വരവേൽപ്പും പിന്നെ അല്ലു അർജുന് എങ്ങനെയോ നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെയും പശ്ചാത്തലത്തിൽ വളരെ വലിയ ഹൈപ്പാണ് പുഷ്പ 2വിനുള്ളത്. പുഷ്പ 2വിൻ്റെ ട്രെയിലർ ലോഞ്ച് പാട്നയിൽ വലിയൊരു ഫംഗ്ഷനായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് അല്ലു അർജുനാണ് ഇന്ന് വന്നത്. സോ അതിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെ കണ്ടു നോക്കിയാലോ? ആനയൊക്കെയാണല്ലോ ആദ്യം വരുന്നത്. തടിയുടെ പരിപാടി തന്നെയാണല്ലേ? എൻ്റെ പൊന്നോ, പുഷ്പയ്ക്ക് പേടിയില്ല? ഷോ, പുഷ്പയുടെ ആദ്യത്തെ ഭാഗം ഒരു ഫ്ലാഷ് സെക്കൻഡിൽ കാണിക്കുന്നുണ്ട്. ജനസാഗരമാണല്ലോ സിനിമയുടെ മൊത്തം. ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങുന്നു. ഐക്കൺ സ്റ്റാർ എൻ്റെ അമ്മ, ഇതെന്തോ തോളിൻ്റെ ചരിവ് കൂടിയോ നാഷണൽ അവാർഡ് കിട്ടിയോ? ഗൈസ്, പുഷ്പ 2 ദ റൂൾ. വീട്ടിലേക്ക് പോകാം. പളവള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇതെന്താണ് ഒരു നീല കളർ വേഷം ധരിച്ച് സാമിയൊക്കെ നമുക്ക് ഇറങ്ങുന്നല്ലോ. ഫൈറ്റ്. രശ്മിക മന്ദാനയുണ്ട്. ഫസ്റ്റ് പാട്ടിലെ പോലെ ക്രിഞ്ച് അഭിനയമായിരിക്കുമെന്ന് കണ്ടറിയാം. ഇപ്പോൾ ക്യാമറ ആംഗിൾസ് എല്ലാം കൊള്ളാം കേട്ടോ. ഇതെന്താണ് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ഷോട്ട് പോലെ. ആടാ മോനെ, പാർട്ടി ഉണ്ട് പുഷ്പ, പിന്നല്ല. നമ്മുടെ ഫാഫ പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തൂക്കുന്നു. ട്രെയിലർ ഒരുപാട് സീൻസ് കട്ട് ചെയ്ത് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. വെടിയും പുകയും. പുഷ്പരാജ് ഹെലികോപ്റ്ററിലാണെന്ന് തോന്നുന്നു സഞ്ചാരം. കുറേ കപ്പലുകളുണ്ടല്ലോ. ഐറ്റം സോങ് ഉണ്ടല്ലോ. രണ്ടുപേരും പറക്കുന്നു ഗൈസ്. ആകാശത്തൂടെ പാറി കളിക്കുന്നു. തോക്കൊക്കെ വെടിവെപ്പാണ്. മൊത്തത്തിൽ എൻ്റെ അമ്മ, ഇൻ്റർനാഷണൽ. അത് കൊള്ളാം. ലാസ്റ്റ് ഒരു കയർ വെച്ചുള്ള പരിപാടി കൊള്ളാം. ആ സാരിയിൽ വരുന്നതും കാണാനൊരു ഗുമ്മുണ്ട്. അവസാനം എന്താ പറഞ്ഞത്? നോ മേഴ്സിയോ എന്താണത്? അല്ലു അർജുൻ ആസ് യൂഷ്വൽ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. ഫ്ലവർ എന്നൊക്കെ കാണിക്കുന്നത് നല്ല കോമഡി ആയിട്ടുണ്ട്. ഡിസംബർ 5 അങ്ങനെ വേൾഡ് വൈഡ് ബ്ലാസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് സുകുമാർ പുഷ്പ ദ റൈസ് എന്ന് പറഞ്ഞ് അതിഗംഭീരമായതുകൊണ്ട് അതിൻ്റെ മുകളിൽ നിൽക്കണമെന്ന് കരുതി ആ ക്യാരക്ടറിനെ ഇൻ്റർനാഷണലി പ്ലേസ് ചെയ്യിപ്പിക്കണം എന്നുള്ള വിചാരത്തോടു കൂടിയാണെന്ന് തോന്നുന്നു. ഇൻ്റർനാഷണൽ ആണെന്നൊക്കെ ട്രെയിലറിൽ പറയുന്നുണ്ട്. പക്ഷേ ആസ് യൂഷ്വൽ വെടി പുക ഒക്കെ തന്നെ ആയിരിക്കും. എന്നാലും മേക്കിംഗ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നതിലായിരിക്കും ഈ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിൽക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് വളരെ വലിയൊരു ഫാൻ ബേസ് ഉള്ള ആളാണ് അല്ലു അർജുൻ. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമാകാൻ സാധ്യതയില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഡിസംബർ 5 ഇതിനൊരു തീരുമാനമാകുമെന്ന് തോന്നുന്നു. ഐ മീൻ, അത് ഹിറ്റാകുമോ, ബ്ലോക്ക് ബസ്റ്റർ ആകുമോ, ഇൻഡസ്ട്രി ഹിറ്റാകുമോ, പാൻ ഇന്ത്യൻ ഹിറ്റാകുമോ എന്നൊക്കെ ഉള്ളത് നോക്കി കാണണം. എനിക്ക് തോന്നുന്നു ഇതിൽ ട്രെയിലർ ഡീകോഡ് ചെയ്തെടുക്കാൻ ഒന്നുമില്ല. കുറേ കട്ട് ഷോട്ട്സ്, വെടി പുക ഇത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ താഴത്തില്ലട പരിപാടി ഉണ്ട്. ഗൈസ്, ഞാൻ എൻ്റെ ഷോർട്സിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാഷണൽ അവാർഡ് കിട്ടിയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. കിട്ടി. ആ റിയാലിറ്റി നമ്മളും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തായാലും പുഷ്പ 2 തിയേറ്ററിൽ പോയി കാണും. എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഇനി ഡിസംബർ 5 ശേഷം നമുക്ക് സിനിമ കണ്ടതിന് ശേഷം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. സോ ടാറ്റാ, ബൈ.